സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ അന്തരിച്ച സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ ലോറിൻ പവൽ മഹാകുംഭമേളയ്ക്കെത്തി. ഹിന്ദു ആചാരങ്ങൾ പാലിച്ചും ഹിന്ദു മതത്തിൽ വിശ്വാസം രേഖപ്പെടുത്തിയും ലോകം അടക്കി വാഴുന്ന വ്യവസായ ഭീമന്റെ കുടുംബം. ഹിന്ദു മതത്തിലേക്കുള്ള വരവിന്റെ ഭാഗമായി ലോറിൻ പാവൽ പുതിയ പേരും സ്വീകരിച്ചു. കമല എന്നാണ് പുതിയ പേര്. ആഗോളതലത്തിൽ യുദ്ധവും സംഘർഷവും നടമാടുമ്പോൾ തന്നെ സമാധാനത്തിലേക്കുള്ള ഏക പരിഹാരം ഹിന്ദുത്വയിലും സനാതന വിശ്വാസത്തിലും ഉണ്ട് എന്ന് അവർ വ്യക്തമാക്കി. കമല എന്നത് പുനർനാമകരണം ചെയ്യപ്പെട്ട മിസ് ലോറിൻ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കാനിരിക്കുന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കും. മഹാകുംഭമേളയിൽ പങ്കെടുത്ത് പ്രയാഗ്രാജിൽ തങ്ങി ഗംഗയിൽ സ്നാനം ചെയ്യണമെന്നും അവർ വ്യക്തമാക്കി. അമേരിക്കയിൽ നിന്നും ലോറിൻ പാവൽ കുംഭമേളയ്ക്ക് നേരത്തെ എത്തുകയും യുപിയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആപ്പിൾ സാമ്രാജ്യത്തിന്റെ അവകാശികളിൽ ഒരാളായ ലോറിൻ പാവൽ ഹിന്ദു വിശ്വാസത്തിലേക്ക് വരാനിരിക്കുന്നത് ഇപ്പോൾ ലോകമെമ്പാടും വലിയ രീതിയിൽ ചർച്ചയായി മാറുകയാണ്. അത് വലിയ വാർത്തയായി മാറി. വിദേശികൾ മഹാകുംഭമേളയെ പരിഹസിക്കുമെന്നും ഇന്ത്യൻ ഹിന്ദുക്കളുടെ മണ്ടത്തരമെന്നും ഒക്കെ പരിഹസിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ മറുപടി കൂടിയാവുകയാണ് ആപ്പിൾ സഹസ്ഥാപകനായ സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ ലോറിൻ പാവൽ. അവർ മഹാകുംഭത്തിനായി പ്രയാഗ്രാജിലേക്ക് എത്തുന്നത്. ലോറിൻ പാവൽ ജോബ്സ് മഹാകുംഭത്തിനായി പ്രയാഗ്രാജിലേക്ക് പോകുന്നതിന് മുൻപേ തന്നെ ശനിയാഴ്ച വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിച്ചു. നിരഞ്ജനി അഖാരയിലെ സ്വാമി കൈലാസാനന്ദ ഗുരുജി മഹാരാജിനൊപ്പം തന്നെ ലോറൻസ് ക്ഷേത്രത്തിലെത്തി. ഇന്ത്യൻ വസ്ത്രം ധരിച്ചുകൊണ്ടായിരുന്നു അവർ ക്ഷേത്ര ദർശനം നടത്തിയത്. പിങ്ക് നിറത്തിലുള്ള സ്യൂട്ടും തലയിൽ വെളുത്ത ദുപ്പട്ടയും ധരിച്ച് ലോറിൻ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ശ്രീകോവിലിന് പുറത്തുനിന്ന് പ്രാർത്ഥനകൾ നടത്തി. ക്ഷേത്രത്തിലെ എല്ലാ വിശ്വാസ രീതികളും ആചാരവും ലോറിൻ പാവൽ ജോബ്സ് പാലിച്ചു. പാരമ്പര്യം അനുസരിച്ച് കാശി വിശ്വനാഥയിൽ ശിവലിംഗം തൊടാൻ പാടില്ല. അതുകൊണ്ടാണ് ശിവലിംഗം പുറത്തുനിന്ന് കൺകുളിർക്കെ കണ്ട് ലോറിൻ പാവൽ തൊഴുതു. തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ മഹാകുംഭം വിജയകരമായി പൂർത്തിയാക്കാൻ ലോറിൻ പാവലും സഹകാരികളും പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തി. ഞാൻ മഹാകുംഭമേളയ്ക്കാണ് ഇന്ത്യയിലേക്ക് എത്തിയതെന്നും താൻ കൂടി ഭാഗമാകുന്ന പരിപാടികൾക്ക് തടസ്സമില്ലാതെ തന്നെ പൂർത്തിയാക്കാൻ മഹാദേവനോട് പ്രാർത്ഥിക്കാനാണ് ഞങ്ങൾ കാശിയിൽ വന്നതെന്നും അവർ വ്യക്തമാക്കി. മഹർഷി വ്യാസവാനന്ദൻ അമേരിക്കയിൽ നിന്ന് ഞങ്ങളുടെ കൂടെയുണ്ട്. നാളെ അദ്ദേഹം എന്റെ അഘോരയിൽ മഹാമണ്ഡലേശ്വരനാകുകയാണ് എന്നും വ്യക്തമാക്കി. മഹാകുംഭം ജനുവരി 13 ആരംഭിച്ച് ഫെബ്രുവരി 26 പ്രയാഗ്രാജിൽ സമാപിക്കും. 12 വർഷത്തിൽ ഒരിക്കൽ ഇത് നടത്തപ്പെടുന്നു. ശനിയാഴ്ച പ്രയാഗ്രാജിലെ യമുന ബാങ്ക്വെട്ടിൽ മഹാകുംഭവുമായി ബന്ധപ്പെട്ട പ്രധാന പരിപാടികളിൽ പ്രദർശിപ്പിക്കുന്ന ഒരു പ്രധാന വാട്ടർ സെയിലർ ഷോ വ്യവസായ വികസന മന്ത്രി നന്ദ് ഗോപാൽ ഗുപ്ത നന്ദി ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 20 കോടിയോളം രൂപ ചിലവിൽ ഒരുക്കിയ ഷോ 45 മിനിറ്റാണ് നടന്നത്. യുപി സർക്കാർ വിപുലമായ സുരക്ഷാ നടപടികൾ നടപ്പിലാക്കുകയും പരിപാടിയുടെ സുരക്ഷിതത്വവും ഗംഭീരവുമായ ആഘോഷം ഉറപ്പാക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഭീകരാക്രമണം തടയാൻ AI സംവിധാനങ്ങൾ ഉപയോഗിക്കും. ഇന്ത്യൻ വ്യവസായ സേനയും അർദ്ധ സൈനിക സേനയും യുപി പോലീസും പ്രയാഗ്രാജിന്റെ സുരക്ഷ ഏറ്റെടുക്കും. ഇന്ത്യൻ സൈന്യവും ജാഗ്രതയിലായിരിക്കും. AI പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് CCTV, അണ്ടർ വാട്ടർ ഡ്രോണുകൾ, സന്ദർശകർക്കും ഭക്തർക്കും വേണ്ടിയുള്ള അത്യാധുനിക സൗകര്യങ്ങൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. ഭക്തർക്കായി സംസ്ഥാനത്തുടനീളം കുറഞ്ഞത് ഇലക്ട്രോണിക് ബസ്സുകളെങ്കിലും വിന്യസിപ്പിച്ചിട്ടുണ്ട്. വിവിധ റൂട്ടുകളിൽ തടസ്സമില്ലാതെ ഗതാഗതം ഉറപ്പാക്കാൻ ലക്നൌവിൽ നിന്ന് 100 കണക്കിന് ബസ്സുകൾ വേറെയും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.